ഇന്നത്തെ കഥ എഴുതിയത് സുഭാഷ് ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പണവും അർപ്പണവും എന്ന ബാലസാഹിത്യ കൃതിയിലെ കഥയാണ്. ആത്മാർത്ഥതയുടെ വില എന്നാണ് കഥയുടെ പേര്. വിക്രമസേന മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന ശില്പിയായിരുന്നു കുമാരദത്തൻ. ശില്പങ്ങൾ മാത്രമല്ല, അസൽ മന്ദിരങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹം. അങ്ങനെയിരിക്കെ കുമാരദത്തന് ആസ്ഥാന ശില്പി എന്ന പദവിയിൽ നിന്ന് വിരമിക്കാൻ സമയമായി. പണവും പത്രാസുമൊക്കെയുള്ള ഒരു പദവി പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുമ്പോൾ ആർക്കും ഒരു വിഷമമുണ്ടാകുമല്ലോ. ഇക്കാര്യം രാജാവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വിക്രമദത്തനെ അടുത്തു വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: കണക്കനുസരിച്ച് നാളെയാണ് താങ്കൾ കൊട്ടാരത്തിലെ സേവനം അവസാനിപ്പിക്കേണ്ട ദിവസം. എങ്കിലും താങ്കളോടുള്ള പ്രത്യേക സ്നേഹം കാരണം ഒരു മന്ദിരം കൂടി താങ്കളെ കൊണ്ട് പണിയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള ആ മന്ദിരത്തിൻ്റെ പണി കൂടി തീർത്തിട്ട് താങ്കൾ കൊട്ടാരത്തിൽ നിന്ന് വിരമിച്ചാൽ മതി. അങ്ങനെ കുമാരദത്തൻ ആ ജോലി കൂടി ഏറ്റെടുത്തു. എന്നാൽ പഴയതുപോലെ തൻ്റെ തൊഴിലിൽ അയാൾക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റിയില്ല. ഈ മന്ദിരം പണിതു കഴിയുന്നതോടെ തൻ്റെ പദവിയും അവസാനിക്കുമെന്ന ചിന്ത കുമാരദത്തനെ എപ്പോഴും വിടാതെ പിന്തുടർന്നു. കെട്ടിടത്തിനുള്ള പണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ അത് നല്ല പണിക്കാരെ ഉപയോഗിച്ച് പടുത്തുയർത്തുന്ന കാര്യം വരെ കുമാരദത്തൻ അലസമായി കൈകാര്യം ചെയ്തു. ഫലമോ, കുമാരദത്തൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ പണിഞ്ഞവയിൽ ഏറ്റവും വികൃതവും ദുർബലവുമായിരുന്നു അത്. എന്നാൽ ഇക്കാര്യത്തിൽ കുമാരദത്തന് ഒട്ടും ദുഃഖമുണ്ടായിരുന്നില്ല. പുതിയ മന്ദിരത്തെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ തന്നെ തനിക്കെന്ത്, ഇനി മുതൽ താൻ കൊട്ടാരം ശില്പിയല്ലല്ലോ, ഇതായിരുന്നു അയാളുടെ വിചാരം. വൈകാതെ വിക്രമസേന രാജാവ് പുതുതായി പണിത മന്ദിരം കാണാൻ പരിവാരസമേതം വന്നെത്തി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജാവ് അപ്രതീക്ഷിതമായ പ്രഖ്യാപനം നടത്തി: മാന്യരെ, ഇത്രയും കാലം നമുക്ക് വേണ്ടി മന്ദിരങ്ങൾ പണിതു തന്നത് ഈ കുമാരദത്തനാണല്ലോ. കൊട്ടാരത്തിൽ നിന്നും വിടവാങ്ങുന്ന അദ്ദേഹത്തിന് സമ്മാനമായി നൽകാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഒരു പുതിയ മന്ദിരം പണി കഴിപ്പിച്ചത്. ഇതാ, ഈ പുതുപുത്തൻ വീട് അദ്ദേഹത്തിനായി ഞാൻ സമ്മാനിക്കുകയാണ്. ആളുകൾ കയ്യടിയോടെ ആ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു. രാജാവും പരിവാരങ്ങളും മടങ്ങിയ ശേഷം ആ പുതിയ വീട്ടിലിരുന്ന് കുമാരദത്തൻ പൊട്ടിക്കരഞ്ഞു. താൻ പണിഞ്ഞതിൽ ഏറ്റവും മോശം വീട് തനിക്ക് സമ്മാനമായി കിട്ടുമെന്ന് കുമാരദത്തനുണ്ടോ വിചാരിക്കുന്നു? ഏതൊരു ജോലിയും ആത്മാർത്ഥതയോടെ വേണം ചെയ്യാനെന്ന വിലപ്പെട്ട പാഠം അങ്ങനെ അയാൾ പഠിച്ചു.